ഇനി ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ കുറേ ടെസ്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്ട്രെങ്ത് പറഞ്ഞു, ടഫ്നെസ്, ഹാർഡ്നെസ്, ഷേപ്പ്, അദഷൻ ഓഫ് ദ വിറ്റമിൻ, പിന്നെ സൗണ്ട്നെസ്. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ആ ടെസ്റ്റുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രഷിംഗ് ടെസ്റ്റ്, അബ്രാഷൻ ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ്, ഷേപ്പ് ടെസ്റ്റ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അതിൽ ഡീറ്റെയിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ നിങ്ങൾ പഠിക്കേണ്ട, അതിന്റെ ജസ്റ്റ് ഐഡിയ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിൽ നമുക്ക് വേണ്ടത് എന്താണ് ആ ടെസ്റ്റ് ചെയ്യുന്നതെന്നും അതിന്റെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ക്രഷിംഗ് ടെസ്റ്റ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ക്രഷിംഗ് അണ്ടർ ഗ്രാജുവലി അപ്ലൈഡ് ക്രഷിംഗ് ലോഡ്. ക്രഷ് പൊടിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് ടെസ്റ്റിൽ ഒരു ലോഡ് ഗ്രാജുവലി ലോഡ് അപ്ലൈ ചെയ്യും. ഈ ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എത്രത്തോളം പൊടിഞ്ഞു പോകുന്നു എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്രഷിംഗ് ടെസ്റ്റിന്റെ ഒരു പ്രൊസീജിയർ. ഇവിടെ സാമ്പിൾ വെക്കുന്നു. ഈ സാമ്പിളിൽ ഒരു വെർട്ടിക്കൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ സാമ്പിൾ വെക്കുന്ന ഇതുപോലത്തെ ഒരു സ്പെസിമെൻ, ഈ സിലിണ്ടർ കണ്ടോ, ഇതുപോലെ സിലിണ്ടറിലാണ്, ഇങ്ങനെയാവാം ഇങ്ങനെയാവാം. ഈ സിലിണ്ടറിലാണ് സ്പെസിമെൻ വെക്കുന്നത്. അതിൽ ഈ ഒരു വെർട്ടിക്കൽ പ്ലഞ്ചർ ഉപയോഗിച്ചിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നു. മൊത്തം ഏരിയയിൽ ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ കുറേ നേരം കണ്ടിന്യൂസ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ പൊടി എത്രത്തോളം വന്നു അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. അതാണ് ഇതിലെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറെ പൊടിഞ്ഞു പോകുമല്ലോ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സാമ്പിളിന്റെ വെയിറ്റ് എടുക്കുന്നു. സപ്പോസ് ദാറ്റ് വെയിറ്റ് ഈസ് W1. ഇനി ഈ പൊടി, ഈ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമല്ലോ. ആ പൊടിഞ്ഞു പോയതിന് ശേഷം ആ പൊടീൻ്റെ വെയിറ്റ് എടുക്കുന്നു. അപ്പോൾ എത്ര പെർസെൻറ്റേജ് പൊടി പോയി, അതാണ് ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ തന്നിരിക്കുന്നത് എങ്ങനെ പ്രൊസീജിയർ എന്നുള്ളത് അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചിട്ട് ഐഡിയ ഉണ്ടാക്കാൻ മാത്രം. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്ര മാത്രം മതി. അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ഈസ് ഈക്വൽ W2/W1 × 100. ഈ പൊടിഞ്ഞതിന് ശേഷം, ഈ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? ഒരു കംപ്രസീവ് ലോഡ് ഓഫ് 40 tons ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ ഗ്രാജുവലി അപ്ലൈ ചെയ്ത് കുറെ സമയം കഴിഞ്ഞതിന് ശേഷം ഈ പൊടിയെ 2.36 mm സിവിൽ കൂടെ അരിച്ചെടുക്കുന്നു. അപ്പോൾ അതിൽ പാസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും. ദാറ്റ് ഈസ് W2. പൊടിഞ്ഞു പോയത്. ഈ പൊടി എത്ര പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് ടോട്ടൽ വെയിറ്റിനെ അപേക്ഷിച്ച്, അതാണ് ഇവിടെ. സോ വെയിറ്റ് ഓഫ് ദ പൊടിയാണ് ഇത് W2. ഇത് ടോട്ടൽ വെയിറ്റ് ആണ്. സോ വെയിറ്റ് ഓഫ് ദ ഡസ്റ്റ് അല്ലെങ്കിൽ ഫൈൻ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100. ദാറ്റ് ഗീവ്സ് ദ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നു, പൊടിച്ചെടുക്കുന്നു, ഈ പൊടി മാത്രം വെയിറ്റ് ചെയ്യുന്നു, എത്ര പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ വെയിറ്റ് എന്ന് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഗീവ്സ് ദ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ. അപ്പോൾ പൊടി വളരെ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ പെർസെൻറ്റേജ് വളരെ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അത് അത്ര സ്ട്രോങ് അല്ല എന്നല്ലേ. സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആണ് മനസ്സിലാവുന്നത്. സോ വാല്യൂ ഓഫ് 10 കിട്ടുകയാണെങ്കിൽ 10% പൊടിയുള്ളൂ എന്ന് അർത്ഥം. ദാറ്റ് ഈസ് എക്സെപ്ഷണലി സ്ട്രോങ് അഗ്രിഗേറ്റ് ആണ്. അതേ സമയത്ത് 35 എബോവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കില്ല, അത്രയും വീക്കാണെന്ന് അർത്ഥം. ഇപ്പോൾ കോൺസെപ്റ്റ് കിട്ടിയല്ലോ. സോ ദിസ് ഈസ് ദ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ. ക്രഷിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലോഡ് ഈസ് അപ്ലൈഡ് ഗ്രാജുവലി. ലോഡ് ഓഫ് അബൌട്ട് 40 ton ഈസ് അപ്ലൈഡ് ഗ്രാജുവലി ആൻഡ് sample is sieved through 2.36 mm sieve. The weight of the passing material is taken, that is W2. It is expressed as a percentage of the total weight of the sample, W2/W1 into 100. ഈ ഒരു വാല്യൂ 10% വരെ ആണെങ്കിൽ എക്സെപ്ഷണലി സ്ട്രോങ്ങും 35% ഒക്കെ ആണെങ്കിൽ അത് വീക്ക് അഗ്രിഗേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് ടെസ്റ്റ് ആണ് അബ്രേഷൻ ടെസ്റ്റ്. അബ്രേഷൻ എന്ന് പറയുന്നത് ഹാർഡ്നെസ് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. അബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരസലാണ്, അബ്രേഡിംഗ് ആണ്. ഈ ഒരസൽ ടെസ്റ്റ്, അതാണ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ആ ഒരു മെഷീന്റെ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് ലോസ് ഏഞ്ചലസ് അബ്രേഷൻ ടെസ്റ്റ് എന്ന് പറയുക അതിന്. അവിടെ എന്താ ചെയ്യുന്നത്? ഇതേപോലെ തന്നെ ഈ പൊടി എത്രത്തോളം പൊടിഞ്ഞു പോകുന്നു, ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം, ഈ അബ്രേഷൻ നടത്തിയതിനു ശേഷം എത്ര പെർസെൻറ്റേജ് പൊടി പുറത്തു പോയി അല്ലെങ്കിൽ പൊടിഞ്ഞു പോയി, ദ പെർസെൻറ്റേജ് ഓഫ് ദ പൊടി വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിനൽ വെയിറ്റ്, അതാണ് ഇവിടെയും കണ്ടുപിടിക്കുന്നത്. To find the percentage of wear due to rubbing action,
ബിറ്റ്വീൻ ദ അഗ്രിഗേറ്റ് ആൻഡ് സ്റ്റീൽ ബോൾസ്. അപ്പം നമുക്കിവിടെ അഗ്രിഗേറ്റിന് ഒരു ട്രാഫിക് കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് ട്രാഫിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റീൽ ബോൾ ഉപയോഗിക്കുന്നത് അഗ്രിഗേഷൻ ഈ റബ്ബിംഗ് ആക്ഷനിൽ. അപ്പോൾ ടെസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് ലോസ് ആഞ്ചലസ് അബ്രേഷൻ ടെസ്റ്റ് സെറ്റപ്പ്. ഇതിൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിലിണ്ടർ ആയിരിക്കും. ഇത് മോട്ടോർ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യും. അതിനൊരു RPM കണക്കൊക്കെ ഉണ്ട്, അത്ര സ്പീഡിൽ അത് കറങ്ങും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോൺക്രീറ്റ് മിക്സറിലൊക്കെ കണ്ട പോലെ ചില പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ടാവും ഇതിനുള്ളിൽ. എന്തിനാ വെച്ചാൽ ഈ കല്ലുകൾ ഇളക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരു സ്റ്റീൽ ബോൾ ആഡ് ചെയ്യും. ഇതിന് ചാർജ് എന്നാ പറയാം. കുറച്ച് സ്റ്റീൽ ബോൾസ് ആഡ് ചെയ്യും. ഈ സ്റ്റീൽ ബോളിൻ്റെ എണ്ണം ഈ അഗ്രിഗേറ്റിൻ്റെ സൈസിനും അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് വർക്ക് എന്നുള്ളതിനെ ഉദ്ദേശിച്ചാണ്. അതിന് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. ആ രീതിയിലേക്ക് സ്റ്റീൽ ബോൾ അതിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇത് കറക്കുന്നു. കറക്കി കഴിഞ്ഞതിന് ശേഷം അവസാനം നിർത്തി കഴിഞ്ഞാൽ ഇതാണ് കല്ലുള്ളിലേക്ക് ഇടുന്ന വഴിയും പുറത്തെടുക്കുന്ന വഴിയും. ഇത് ഈ ഒരു പൊസിഷനിൽ വെയിറ്റ് കൂടുതലായിരിക്കും ഈ എക്സ്റ്റേണൽ മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട്. അപ്പം നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഈ സാധനം ഡോറ് താഴെ വരുന്ന രീതിയിൽ നിൽക്കുക. ഇപ്പോൾ ഡോറ് താഴെ വരുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ അവിടെ ഒരു ട്രേയിൽ വെച്ചിട്ട് ഈ മെറ്റീരിയൽസിനെ പുറത്തെടുക്കാൻ പറ്റും. അപ്പോഴും ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അവിടെ പൊടികളുണ്ടാവും അല്ലേ, അബ്രേഷൻ കൊണ്ട് പൊടികളുണ്ടാവും. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ 1.7 mm സീവിൽ കൂടെ പാസ് ചെയ്യുന്നു. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പാസ് ചെയ്ത പൊടിയുടെ പെർസെൻറ്റേജ് എക്സ്പ്രസ് ആസ് എ പെർസെൻറ്റ് ഓഫ് ദ ടോട്ടൽ വെയിറ്റ്. ദാസ് ആ വാല്യൂന് പറയുന്ന പോലെ ലോസ് ആഞ്ചലസ് അബ്രേഷൻ വാല്യൂ. ഇപ്പോൾ പൊടീൻ്റെ വാല്യൂ പൊടീൻ്റെ വെയിറ്റ് W2 ആണ്, ഒറിജിനൽ വെയിറ്റ് W1 ആണെങ്കിൽ W2/W1 × 100. ദാറ്റ് വാല്യൂ ഇസ് കോൾഡ് അബ്രേഷൻ, ലോസ് ആഞ്ചലസ് അബ്രേഷൻ വാല്യൂ. മാക്സിമം 40% വരെ നമുക്ക് WBM ബേസ് കോഴ്സിന് ഉപയോഗിക്കാം. WBM എന്ന് പറയുന്നത് വാട്ടർ ബൗണ്ട് മക്കാഡം എന്ന് പറയും. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന റോഡ് കൺസ്ട്രക്ഷനാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിരുന്നത് ആദ്യം കല്ലിട്ട് മണ്ണിട്ട് ചളി പോലെയാക്കി ഉറപ്പിക്കുന്നു, പിന്നെ അതിൽ ടാർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ വാട്ടർ ബൗണ്ട് മക്കാഡം. അതേ സമയത്ത് ഇപ്പോൾ പുതിയ രീതിയിലുള്ള കൺസ്ട്രക്ഷനിൽ ഇത് 35% മതി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലോസ് ആഞ്ചലസ് അബ്രേഷൻ ടെസ്റ്റിൽ ഈ മെഷീനിൽ ഇതിനെ അബ്രേഷൻ ടെസ്റ്റിന് വിധേയമാക്കുന്നു. എന്നിട്ട് ആ പൊടിയെ 1.7 mm സീവിൽ കൂടെ പാസ് ചെയ്യുന്നു. അതിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് എടുക്കുന്നു. ദാറ്റ് ഈസ് അബ്രേഷൻ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഇമ്പാക്ട് ടെസ്റ്റ്. നേരത്തെ പറഞ്ഞ ഒരു ജമ്പിങ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താ ടെസ്റ്റ് ചെയ്യുന്നത്? അവിടെ ടഫ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പാക്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇമ്പാക്ട് വാല്യൂ ഷുഡ് നോട്ട് എക്സീഡ് 30%. ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടി ഉണ്ടാവും. ആ പൊടീനെ വെയിറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിനൽ വെയിറ്റ്. ആ 30% സാധാരണ കൂടാൻ പാടില്ല. വേറിംഗ് കോഴ്സ് ആണെങ്കിൽ, വേറിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ഉപയോഗിക്കുന്ന കല്ല്. പിന്നെ ബിറ്റുമിനസ് മക്കാഡത്തിലാണെങ്കിൽ ഇത് 35% വരെ ആവാം. വാട്ടർ ബൗണ്ട് മക്കാഡം ആണെങ്കിൽ ഇറ്റ് ഈസ് 40% ആവാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വാല്യൂസ് നോട്ട് ചെയ്യാം. ഇനി ഇതിന് ഇമ്പാക്ട് ടെസ്റ്റ് മെഷീൻ ഇതാണ്. ഇവിടെ സാമ്പിൾ വെക്കുന്നു. ഇത്ര ഹൈറ്റിൽ നിന്ന് ഈ വെയിറ്റ് അങ്ങ് ഡ്രോപ്പ് ചെയ്യുന്നു പെട്ടെന്ന്. ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. നമ്മളിത് മുകളിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങോട്ട് വിടുമ്പോൾ പെട്ടെന്ന് ഇട്ടും താഴെ വന്ന് ഇടിക്കും. ആ ഇടി അതാണ് ഇമ്പാക്റ്റ്. അങ്ങനെ ഒരു എത്ര നമ്പർ ഓഫ് ഇമ്പാക്റ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ അതിനെ വെയ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ W/2 എല്ലാത്തിലും ചെയ്യുന്ന ഇതാണ്. ഈ ഒരു പെർസെൻറ്റേജ് എടുക്കുന്നു. ഇവിടെ സീവ് എന്ന് പറയുന്നത് 2.36 ആണ്. ഇതൊന്ന് മാത്രം നോട്ട് ചെയ്യുക, ഓരോന്നിലും ഏത് സൈസ് സീവാന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ആ പെർസെൻറ്റേജ് വാല്യൂ 30, 35%, 40% എന്നുള്ള കണ്ടീഷൻ നോക്കുക. സോ ദാറ്റ് ഇസ് അബൌട്ട് ഇമ്പാക്ട് ടെസ്റ്റ്. ഇനി സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ വെതറിംഗ് ആക്ഷനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെതറിംഗ് ആക്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചേഞ്ച് ഓഫ് വെതർ ക്രിയേറ്റ് ചെയ്യാണ്. കൃത്രിമമായിട്ട് ചൂടും തണുപ്പും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കെമിക്കൽ ആക്ഷനൊക്കെ. എന്നിട്ട് എത്രത്തോളം അതിൻ്റെ അകത്ത് ഡിസിൻറ്റഗ്രേഷൻ നടന്നു അല്ലെങ്കിൽ പൊടി വന്നു എന്നുള്ള ലോസ് നമ്മൾ നോക്കുന്നു. ദ പോറസ് അഗ്രിഗേറ്റ് സബ്ജക്ട് ടു ആൾട്ടർനേറ്റീവ് ഫ്രീസിംഗ് ആൻഡ് തോയിങ് ആക്ഷൻ. ആൾട്ടർനേറ്റീവ് ഫ്രീസിംഗ് തോയിങ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുക, നല്ലോണം ചൂടാക്കുക, വീണ്ടും തണുപ്പിക്കുക, ഇങ്ങനെ ഒരു 5-6 സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഈ കല്ലിൻ്റെ അവസ്ഥ എന്താ നോക്കൂ. അതാണ് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അങ്ങനെ ഒരു ടെസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ സാമ്പിള് കെമിക്കൽസ് ഉണ്ട്. അത് മാഗ്നീഷ്യം സൾഫേറ്റ് ആവാം അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ് ആവാം. ഈ 2 കെമിക്കൽ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ സോഡിയം സൾഫേറ്റും മഗ്നീഷ്യം സൾഫേറ്റും ഉപയോഗിച്ചാണ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിന് 16-18 മണിക്കൂറോളം
ആദ്യം ഇട്ട് വെക്കുന്നു, പിന്നെ അതിനെ ചൂട് 110 ഡിഗ്രി 105 ഡിഗ്രി ചൂട് ചെയ്യുന്നു. അങ്ങനെ ഒരു 5-6 സൈക്കിൾ കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ സീവിങ് ചെയ്യുന്നു. സീവ് ചെയ്തിട്ട് ലോസ് ഓഫ് വെയിറ്റ് എത്ര ഉണ്ട് നോക്കുന്നു. ലോസ് ഓഫ് വെയിറ്റ് 12% ആണെങ്കിൽ, സോഡിയത്തിൽ ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ 12% വരെ ഓക്കെ ആണ്. മഗ്നീഷ്യസ് സൾഫേറ്റ് ആണെങ്കിൽ 80% വരെ ഓക്കെ ആണ് ലോസ് ഓഫ് വെയിറ്റ്. അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കല്ലുകളൊക്കെ ഇങ്ങനെ ആയിട്ട് മാറും. അപ്പോൾ ആദ്യം വെയിറ്റ് എടുക്കുന്നു, ഈ പ്രോസസ്സ് നടത്തുന്നു, അതിനുശേഷം വീണ്ടും വെയിറ്റ് എടുക്കുന്നു, ഈ വെയിറ്റ് ലോസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിൽ കുറേ വേസ്റ്റായ മെറ്റീരിയൽസ് ഒക്കെ ഒഴിവാക്കിയിട്ടാണ് വെയിറ്റ് എടുക്കുന്നത്. ഇവിടെ പൊടീൻ്റെ വെയിറ്റ് അല്ല എടുക്കുന്നത്, ഇവിടെ സാമ്പിളിൻ്റെ വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ എത്ര ലോസ് വന്നു, ആ ലോസ് ഒരു 12% വരെ, സോഡിയം സൾഫേറ്റിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 12% വരെ ഓക്കെയാണ്, മഗ്നീഷ്യസ് സൾഫേറ്റ് ആണെങ്കിൽ 80% വരെ ഓക്കെയാണ്. ഇതാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. ഇനി ഷേപ്പ് ടെസ്റ്റ്. ഷേപ്പ് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് തടി, ഇങ്ങനെ ബൾക്കി ആയിട്ടുള്ള സാധനങ്ങൾ, മെലിഞ്ഞ നല്ല കനം കുറവായിരിക്കും പക്ഷെ ബൾക്കി ആയിരിക്കും, അതാണ് ഫ്ലേക്കി എന്ന് പറയുന്നത്. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ നീളത്തിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും മിക്സിങ്ങിനെയും വർക്കബിലിറ്റീനെയും അതിൻ്റെ അഡ്ഹഷൻ പ്രോപ്പർട്ടീനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കണം. ഇനി ഈ ഫ്ലാക്കിനെസ് ഇൻഡെക്സ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ അവിടെ പറഞ്ഞത്. ആ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഫ്ലാക്കിനെസ് ഇൻഡെക്സ് ഈസ് ദ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് ദ അഗ്രിഗേറ്റ് ഹൂസ് ലീസ്റ്റ് ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ 0.6. ഇപ്പം സപ്പോസ് 10 mm സൈസാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ 10 mm സൈസുള്ള ഒരു സാമ്പിൾ എടുത്തു, അതിലെ മെജോറിറ്റിയും 0.6 അല്ലെങ്കിൽ 6 mm, 10 mm മാക്സിമം സൈസ് എന്ന് പറഞ്ഞു, അപ്പോൾ ആവറേജ് സൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ മെറ്റീരിയൽ ഒരു ബഹുഭൂരിപക്ഷവും 6 mm കൂടുതലാണെങ്കിൽ അത് ഫ്ലേക്കി എന്ന് പറയും. അങ്ങനെ ഫ്ലേക്കി ആവാൻ പാടില്ല എന്ന് പറയുന്നത്. അതേപോലെ ഇലോങ്ങേഷൻ ഇൻഡെക്സ്, ഇപ്പം നീ പറഞ്ഞു 10 mm ആണ് ആവറേജ് സൈസ് എടുത്തെങ്കിൽ അതിലൊരു മെജോറിറ്റി ആൾക്കാരും 18 mm കൂടുതലാണ് സൈസ് എങ്കിൽ അത് നമുക്ക് അനുയോജ്യമല്ല. അതാണ് ഇലോങ്ങേഷൻ ഇൻഡെക്സ്. ഇത് സാധാരണ ചെയ്യുന്നത് ഇതാണ് ഫ്ലേക്കിനെസ് ഇലോങ്ങേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇവിടെ ഒരു കുറച്ച് ഇൻസ്ട്രുമെന്റ് പറയാൻ മാത്രമല്ല, ഒരു ടൂളാണ്. ഇതിലൂടെ കല്ല് പാസ് ചെയ്ത് നോക്കുന്നു നീളത്തിൽ, ഇതിൽ അതേപോലെ തന്നെ വീതി ഇതിലൂടെ കടക്കുന്നുണ്ടെന്ന് നോക്കുന്നു, ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് ഒന്നും പറയുന്നില്ല. ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്താണ്, ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്താണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയൊന്നും എഴുതണ്ട. 2 ഫ്ലേക്കി അല്ലെങ്കിൽ 2 ഇലോങ്ങേറ്റഡ് മെറ്റീരിയൽസ് അത്ര അനുയോജ്യമല്ല എന്ന സെന്റൻസ് ചെയ്താൽ മതി. ഇനി അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റിലേക്ക് വരുമ്പോൾ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ള ടേം ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ടു ദ ഈക്വൽ വോളിയം ഓഫ് വാട്ടർ ആണ്. അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. മെറ്റീരിയലിന്റെ മാസും ഈക്വൽ വോളിയം ഉള്ള വാട്ടറിന്റെ മാസം നമ്മൾ റേഷ്യോനാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. 2 തരത്തിലുണ്ട്. അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. ഈ അഗ്രിഗേറ്റിനുള്ളിൽ ചെറിയ പോറസ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതിൽ വെള്ളം കടക്കാൻ സാധ്യതയുണ്ട്, വെള്ളം ഉള്ളിൽ അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടാണ് മാസ് എടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതേസമയത്ത് കംപ്ലീറ്റ് സോക്ക് ചെയ്ത് സാച്ചുറേറ്റഡ് ആയ അഗ്രിഗേറ്റ് എടുത്തിട്ടാണ് വെയ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ കിട്ടുന്ന സ്പെസിഫിക് ഗ്രാവിറ്റിനെ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഈ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? അപ്പം അതിനുള്ളിലുള്ള വെള്ളത്തിന്റെ അളവായിരിക്കും അല്ലേ. കംപ്ലീറ്റ് സാച്ചുറേറ്റഡ് ചെയ്ത് വെയിറ്റ് എടുക്കുന്നു, ഡ്രൈ ആയിട്ട് വെയിറ്റ് എടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിനുള്ളിലത്തെ വെള്ളത്തിന്റെ, അബ്സോർബ് ചെയ്ത വെള്ളത്തിന്റെ അളവായിരിക്കും. സോ ദാറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ അബ്സോർബ്ഡ് എന്ന് പറയുന്നത് MW ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്രത്തോളം വെള്ളം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഒറിജിനൽ വെയിറ്റ് അബ്സോർബ് ചെയ്തു, അതാണ് വാട്ടർ അബ്സോർപ്ഷൻ. മാസ് ഓഫ് ദ വാട്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ഡ്രൈ മെറ്റീരിയൽ ഇൻറ്റു 100. അപ്പം എത്ര പെർസെൻറ്റേജ് വെള്ളം അബ്സോർബ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ദ വാട്ടർ അബ്സോർപ്ഷൻ. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് ദ മെറ്റീരിയൽ വിത്ത് റെസ്പെക്ട് ടു ഈക്വൽ വോളിയം ഓഫ് ദ വാട്ടർ. അത് 2.5 to 2.9 വരെ പാടുള്ളൂ ആ റേഷ്യോ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല മെറ്റീരിയൽ ആണ്. അതേസമയത്ത് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വെള്ളം ഉള്ളിൽ കടന്നു എന്നതിന്റെ പെർസെൻറ്റേജ്, അത് ഒരു 0.1 to 2% മാത്രമേ വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. അത്രയും കുറഞ്ഞ വെള്ളം അബ്സോർബ് ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു
അഗ്രിഗേറ്റ് ഓക്കെയാണ്. സോ ദിസ് ഇസ് ദ വാട്ടർ അബ്സോർപ്ഷൻ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണെന്നും രണ്ട് തരത്തിലാണെന്നും വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ വാട്ടർ അബ്സോർബ്ഡ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റ് ഓഫ് ദ ഡ്രൈ മാസ് എന്നും പറയാം. ഈ വാല്യൂ പറയാം. ഓക്കെ, ഇതാണ് ആ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റിനുള്ളൊരു എക്യുപ്മെന്റ് ആണ്. ഇവിടെ ഒന്നുമില്ല, വെള്ളം, ഇത് വാട്ടർ ഒരു തൊട്ടിയാണ്, തൊട്ടിയിൽ വെള്ളം ഉണ്ടാവും, അതിൽ ഡ്രൈ മാസ് എടുക്കുന്നു, പിന്നെ വെള്ളത്തിൽ മുക്കിയിട്ടുള്ള മാസ് എടുക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് സാച്ചുറേറ്റ് ആയിട്ടുള്ളൊരു മെഷീൻ, വെയ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ, അത്രേ ഉള്ളൂ. ഇനി ബിറ്റുമിൻ അഥഷൻ ടെസ്റ്റ്. ഇതിൽ ചെയ്യുന്നത് അഗ്രിഗേറ്റ് ശരിക്ക് മിക്സ് ചെയ്ത, ഇത് ബിഫോർ ടെസ്റ്റ് ആണ്. കംപ്ലീറ്റ് കോട്ട് ബിറ്റുമിനായിട്ട് കോട്ട് ചെയ്ത അഗ്രിഗേറ്റിനെ 40 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിൽ 24 മണിക്കൂർ വെക്കുന്നു. അതിനുശേഷം പുറത്തെടുക്കുന്നു. പുറത്തെടുത്തിൽ അതിൽ ഒരു 5% വരെയെങ്കിലും ലോസ് ഉള്ളൂ എങ്കിൽ, അത് 5% ഉദ്ദേശിക്കുന്നത് നമുക്ക് 100%ൽ 5% അത്രത്തോളം ഏരിയ ഇതിൻ്റെ അകത്ത് കല്ലുകൾ സ്ട്രിപ്പ് ചെയ്ത് പോയി, ബിറ്റുമിൻ റിമൂവ് ചെയ്ത് പോയി എന്ന് നോക്കുന്നു. അതൊരു 5%ൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. 5% വരെയൊക്കെ ഓക്കെയാണ്, ഷുഡ് നോട്ട് എക്സീഡ് 5%. അപ്പോൾ ഇതാണ് ബിറ്റുമിൻ അഥഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താ മനസ്സിലായല്ലോ? കംപ്ലീറ്റ്ലി കോട്ട് ചെയ്ത ബിറ്റുമിൻ ഉള്ള ആ ഒരു അഗ്രിഗേറ്റിനെ 24 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നു അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ പുറത്തെടുത്തിട്ട് ഈ റിമൂവൽ 5%ൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നോക്കുന്നു. ദാറ്റ് ഈസ് എ ബിറ്റുമിൻ അഥഷൻ ടെസ്റ്റ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടെസ്റ്റ് ഫോർ അഗ്രിഗേറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ അഗ്രിഗേറ്റിന് എന്തൊക്കെയാണ് വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പഠിച്ചു, അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഓക്കെ, സോ ബൈ ദാറ്റ് ദിസ് പോർഷൻ ഈസ് ഓവർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബിറ്റുമിൻ്റെ ടെസ്റ്റിനെ പറ്റി നോക്കാം. ഓക്കെ, ബൈ.